ക്രിസ്തു പൂർണ്ണ ദൈവം. ക്രിസ്തു ആരാണെന്നുള്ളത് വേദപഠിതാക്കളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്, അഥവാ പഠന വിഷയം തന്നെയാണ്. ചിലർ പറയുന്നു ക്രിസ്തു ദൈവമാണെന്ന്, മറ്റു ചിലർ പറയുന്നു ക്രിസ്തു മനുഷ്യനാണ്, വേറെ ചിലർ പറയുന്നു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, വേറെ ചിലർ പറയുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ 1/3 ഭാഗം മാത്രമാണെന്ന്. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെയധികം വേദശാസ്ത്രപരമായ ആശയസംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദേശത്തിൽ നാം കാണുവാൻ പോകുന്നത് ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ 1/3 ഭാഗമല്ല, ക്രിസ്തു ത്രിത്വത്തിലെ രണ്ടാമൻ മാത്രമല്ല, ദൈവം ത്രിയേകനാണ്. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മത്തായിയുടെ സുവിശേഷം 28:19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് ഒരു നാമം മാത്രമാണ്. എബ്രായ പദത്തിൽ ദൈവത്തിൻ്റെ നാമം എലോഹിം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. യെശയ്യാ 6:8 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എബ്രായ പദത്തിലെ എലോഹിം എന്നുള്ള വാക്ക് ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇവിടെ നമുക്ക് ആത്മാവിനെ കാണാം, നമുക്ക് പിതാവിനെ കാണാം, നമുക്ക് പുത്രനെ കാണാം. എഫെസ്യർ 2:18 അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഈ വാക്യത്തിൽ അവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചും ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും പിതാവിങ്കിലേക്ക് എന്നുള്ളത് പിതാവിനെ സംബന്ധിച്ചും പറയുന്നു. അതിനാൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. ദൈവം ത്രിയേകനാണ്. എബ്രായ പദത്തിൽ ദൈവത്തെ എലോഹിം എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. നാം നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചുവല്ലോ. അത് ഒരു ബഹുവചന പദമാണ്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. യേശു ക്രിസ്തു ദൈവമാണ്. റോമർ 9:5 പിതാക്കന്മാരും അവർക്കുള്ളവർക്ക് തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. എബ്രായർ 1:8 പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരെയുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സൃഷ്ടികളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ യോഹന്നാൻ 1:3 നമുക്ക് കാണുവാൻ കഴിയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവസിംഹാസനത്തിൽ ക്രിസ്തു എന്നേക്കും നിത്യനായി വാഴുന്നു. വെളിപ്പാട് 4:2 ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. 22:1 വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അതിനാൽ കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സർവവും
അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനായും സൃഷ്ടിക്കപ്പെട്ടു. അവൻ ദൈവസിംഹാസനത്തിൽ നിത്യനായി വാഴുന്നു. 1 കൊരിന്ത്യർ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരവും സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. റോമർ 11:36 സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പിതാവാണെന്ന് നമുക്ക് കാണാം. ക്രിസ്തു നിത്യത മുതൽ നിത്യത വരെയും നിലനിൽക്കുന്നവനാണ്. കൊലോസ്യർ 1:17 അവൻ സർവ്വത്തിന് മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. വെളിപ്പാട് 22:13 ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. കൊലോസ്യർ 1:17 അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. വെളിപ്പാട് 22:13 ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ക്രിസ്തു നിത്യത മുതൽ നിത്യത വരെയും ഉള്ളവനാണെന്ന് ഈ വാക്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തു ഭൂമിയിൽ വസിക്കുമ്പോഴും അവൻ പിതാവായിരുന്നു. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നു. യേശുക്രിസ്തു പുത്രനാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16:16 നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 9:20 യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പള്ളികളിൽ അവർ യേശുവിനെ ദൈവം എന്ന് പ്രസംഗിച്ചു, ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു. നിത്യത മുതൽ തന്നെ അവൻ ദൈവപുത്രനായിരുന്നു. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 6:56-58 നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിൻകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ കർത്താവായ യേശു പിതാവിൻ്റെ പുത്രനായിരുന്നു. അവൻ പുനരുത്ഥാനത്തിലും പിതാവിൻ്റെ പുത്രനായിരുന്നു. റോമർ 1:5 ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. എബ്രായ ലേഖനം 1:3 നമ്മളിങ്ങനെ കാണുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമെന്ന്. ഈ വാക്യങ്ങൾ അവൻ്റെ ദൈവത്വത്തിലുള്ള പങ്കിനെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 20:22 ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. 1 കൊരിന്ത്യർ 15:45 ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഇവിടെ കർത്താവായ യേശു പരിശുദ്ധാത്മാവാണെന്ന് കാണിക്കുന്നു. ക്രിസ്തു നിത്യാത്മാവാണ്. പഴയ നിയമത്തിലും ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. ആത്മാവാകുന്ന ക്രിസ്തുവിൻ്റെ ആ പ്രവർത്തന പദ്ധതി പഴയ നിയമത്തിലും നമുക്ക് കാണാം. ഇബ്രായർ 11:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. യോഹന്നാൻ 14:17-18 ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നാം കാണുന്നത് യേശു കർത്താവ് പിതാവാകുന്നു, യേശു കർത്താവ് പുത്രനാകുന്നു, യേശു കർത്താവ് പരിശുദ്ധാത്മാവാകുന്നു. അതായത് യേശു ക്രിസ്തു ത്രിയേക ദൈവം തന്നെയാവുന്നു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതിൻ്റെ 14 വാക്യം
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണെന്നാണ്. യേശുക്രിസ്തു നിസ്തുലനായ ഏക ദൈവമാണ്. യെശയ്യാവ് 45:22b യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല, ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവുമില്ല. 22 സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. റോമർ 14:11 എന്നാണ് എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഫിലിപ്പിയർ 2:10-11 അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ യെശയ്യാ 45 തുടർന്നുള്ള ആ വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു നിസ്തുലനായ ദൈവമാണെന്നാണ്. എല്ലാ നാവും അവനെ സ്തുതിക്കുകയും അവൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ യഹോവ എന്ന് പറയുന്നത് കർത്താവായ യേശു തന്നെയാണെന്നാണ്. യേശുക്രിസ്തു ത്രിയേക ദൈവമാണ്. യെശയ്യാവ് 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അത്ഭുതമന്ത്രി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. വീരനാം ദൈവം എന്ന് പറയുന്നത് ദൈവത്തെ കുറിക്കുന്നു. നിത്യപിതാവ് എന്ന് പറയുന്നത് പിതാവാം ദൈവത്തെ കുറിക്കുന്നു. സമാധാന പ്രഭു എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ കുറിക്കുന്നു. മത്തായി 28:19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നമ്മൾ കാണേണ്ടതായ ഒരു പ്രത്യേക കാര്യം, ഒരു നാമം മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം ത്രിയേകനെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അവൻ്റെ പേര് യേശു എന്നാവുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:28 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇത് പത്രോസ് പറഞ്ഞ വാക്കുകളാണ്. നാം നേരത്തെ കണ്ടു, മത്തായി എഴുതിയ സുവിശേഷം 28:19 കർത്താവ് പറയുന്നു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന്. ആ സമയം പത്രോസ് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു, നിങ്ങൾ ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന്. അതിനെ അർത്ഥം യേശുക്രിസ്തു ത്രിയേക ദൈവമാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതുമാണ്. ഈ വാക്യങ്ങളെ വെച്ച് നാം നോക്കുമ്പോൾ യേശുക്രിസ്തു ത്രിയേക ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. യോഹന്നാൻ 1:1 നമ്മൾ കണ്ടു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 നാം കാണുന്നു, വചനം ജഡമായി തീർന്നു എന്ന്. അതിനർത്ഥം ദൈവം ജഡരൂപമെടുത്തു അഥവാ ജഡമായി തീർന്നു എന്നാണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം ജഡമായി തീർന്ന ആ ദൈവത്തിൻ്റെ നാമമാണ് കർത്താവായ യേശുക്രിസ്തു. അതിനാൽ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിൻ്റെ 1/3 ഭാഗമായ പുത്രൻ മാത്രമല്ല, ദൈവം ത്രിയേകനാണ്. എലോഹിം എന്ന എബ്രായ പദം നാം നോക്കിയാൽ അത് ദൈവം എന്ന് പറയുന്ന വാക്ക് ബഹുവചന രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. യേശുക്രിസ്തു ദൈവമാണ്. അവനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തു ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും. ഇത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നു. യേശുക്രിസ്തു പിതാവാണ്. അവൻ നിത്യത മുതൽ നിത്യത വരെയും നിലനിൽക്കുന്നവനാണ്.
കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും അവൻ പിതാവായിരുന്നു. യേശുക്രിസ്തു പുത്രനായിരുന്നു. നിത്യത മുതൽ ക്രിസ്തു ദൈവപുത്രൻ തന്നെയായിരുന്നു. പുനരുത്ഥാനത്തിന് ശേഷവും യേശുക്രിസ്തു ദൈവപുത്രൻ തന്നെയായിരുന്നു. യേശുക്രിസ്തു ദൈവമായിരുന്നു. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിത്യാത്മാവെന്ന് പറയുന്ന പരിശുദ്ധാത്മാവും യേശുക്രിസ്തു തന്നെയായിരുന്നു. ആ കാലങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. ഇന്നും കർത്താവ് ആത്മാവാകുന്നു. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്. യേശുക്രിസ്തു നിസ്തുലനായ ഏക ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ത്രിയേക ദൈവവുമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മാത്രമെന്നുള്ള നമ്മുടെ ആശയത്തെ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ മൂന്നിലൊരു ഭാഗമെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവം തന്നെ. യേശുക്രിസ്തു നിസ്തുലനായ ഏക ദൈവം. യേശുക്രിസ്തു ത്രിയേക ദൈവവുമാണ്. യേശുക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അവൻ സിംഹാസനത്തിലിരിക്കുന്നു. ദൈവസിംഹാസനത്തിൽ ഇന്ന് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇത് വീണ്ടും തെളിയിക്കുന്നു യേശുക്രിസ്തു ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു പൂർണ്ണ ദൈവമാണ്. അതിനായി നമുക്ക് അവനെ സ്തുതിക്കാം. വേദശാസ്ത്രപരമായ ഒരു പഠനത്തിനു വേണ്ടി മാത്രമല്ല, ഇത് നമ്മുടെ ആസ്വാദനത്തിനും നമ്മുടെ അനുഭവത്തിനും വേണ്ടിയുള്ളതാണ്. നമുക്ക് പൂർണ്ണ ദൈവമായി യേശുക്രിസ്തുവിനെ നമുക്ക് ആസ്വദിക്കുവാനായി കഴിയും. ആമേൻ. ഹല്ലേലൂയ.